പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. മേയർ സ്ഥാനാർത്ഥിയുടെ തീരുമാനം വോട്ടിനായി എല്ലാവരും എത്തിയിട്ടുണ്ട്. പലരുടെയും മുഖത്ത് വലിയ കടുപ്പമൊക്കെയാണ് കാണാൻ കഴിയുക. അകത്ത് നിന്ന് അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറയൂ പ്രശാന്ത്, പുതിയ വിവരങ്ങൾ. വി വി രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിലെത്തി പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ പ്രവർത്തകർ രാജേഷിനെ അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിച്ചു. മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ രാജേഷിനെ സ്വീകരിച്ചത്. ഇപ്പോൾ കൗൺസിൽ ഹാളിനുള്ളിലേക്ക് രാജേഷ് എത്തിയിട്ടില്ല. രാജേഷ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തികളിലാണ്. ഏതായാലും അല്പസമയത്തിന് തന്നെ കൗൺസിൽ ഹാളിലേക്ക് എത്തും. കൗൺസിൽ ഹാളിൽ എല്ലാ NDAയുടെയും UDFിൻ്റെയും LDFിൻ്റെയും കൗൺസിലർമാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളടക്കം ഈ വോട്ടെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ MLA അടക്കമുള്ളവർ, BJPയുടെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷനും K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും V മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇന്നിപ്പോൾ ഇവിടെ എത്തും. ഏതായാലും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറുകൾ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം 50 പേരുടെ പിന്തുണയാണ് BJPക്കുള്ളത്. BJPക്ക് 50 അംഗങ്ങളാണ് നഗരസഭയിലുള്ളത്. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും നഗരസഭാ ഭരണത്തിന് കേവല ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമില്ല. LDFന് 29 പേരാണുള്ളത്. UDFന് 19 പേർ. 2 പേർ സ്വതന്ത്രന്മാരാണ്. ഈ 2 സ്വതന്ത്രന്മാരിൽ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ BJP ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യം അത് ഫേസ്ബുക്കിലൂടെ തന്നെ അദ്ദേഹം ഈ കണ്ണമൂല വാർഡിൽ നിന്നുള്ള സ്വതന്ത്രന്റെ പിന്തുണ BJP ഉറപ്പാക്കിയിട്ടുമുണ്ട്. അതേസമയം തന്നെ പൗണ്ട് കടവിലെ UDF സ്വതന്ത്രൻ എന്ത് നിലപാടെടുക്കും എന്നത് ഏറ്റവും പ്രധാനമാണ്. അദ്ദേഹം UDF രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്ന ചില സൂചനകളാണ് നൽകിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഇന്നത്തെ ദിവസം ഒരു മേയറെ തിരഞ്ഞെടുക്കുന്ന ഈ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം കേവല ഭൂരിപക്ഷം എന്ന സംഖ്യ പ്രധാനമല്ല. അത് പ്രധാനമായി വരിക 6 മാസത്തിനപ്പുറം ഒരു അവിശ്വാസം പോലൊരു സാഹചര്യം വന്നാൽ അന്ന് ആ നമ്പർ പ്രധാനമാണ്. ഏതായാലും നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ഏത് മേയർ സ്ഥാനാർത്ഥിക്കാണോ ആ ആൾ മേയറാകും. അതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ കൗൺസിലർമാരൊക്കെ നഗരസഭയിലെത്തി തെരഞ്ഞെടുപ്പിന്റെ പിരിമുറുക്കത്തിലാണ്.